ഹലോ ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോറേജിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീംസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU-ൻ്റെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ CPU-ൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതായത് CPU ആണ് എന്ത്, കമ്പ്യൂട്ടറിൻ്റെ മെയിൻ. അതായത് ഇതിൽ പറഞ്ഞിട്ട് ആക്ട് ആസ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ എന്നുള്ള ഒരു മെഷീനാണ്. ആ മെഷീൻ്റെ ബ്രെയിനാണ് എന്ത്, CPU എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ മെയിൻ എന്താണ്, ബ്രെയിൻ തന്നെയല്ലേ. ബാക്കിയുള്ളൊക്കെ ആ ബ്രെയിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസ്. ഇപ്പോൾ കൈയാണെങ്കിലും കാലാണെങ്കിലും നമ്മൾ ബ്രെയിനിൽ നിന്നും ഒരു ഇൻഫോർമേഷൻ വരാതെ എന്ത് ചെയ്യില്ല, കൈയും കാലും എന്ത് ചെയ്യില്ല, അനങ്ങില്ല. അതേപോലെ തന്നെയാണ് എന്ത്, കമ്പ്യൂട്ടർ എന്നുള്ള ഒരു മെഷീനാണ്. ആ മെഷീൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, CPU ആണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, CPU ആസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. CPU രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഇറ്റ് പെർഫോംസ് ഓൾ ദ കാൽക്കുലേഷൻസ് ആൻഡ് കൺട്രോൾസ് ഓൾ ദ കമ്പോണൻസ്. അതായത് CPU ആണ് എന്ത്, എല്ലാ കാൽക്കുലേഷൻസ്, അതായത് എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ എല്ലാ കാൽക്കുലേഷൻസും നടത്തുന്നത് ആരാണ്, CPU ആണ്. അതുപോലെ എല്ലാ കമ്പോണൻസ്, ഇപ്പോൾ ഹാർഡ്വെയർ ഇൻപുട്ടായാലും ഔട്ട്പുട്ട് ഡിവൈസസ് എല്ലാ കമ്പോണൻസിനെയും കൺട്രോളും ചെയ്യുന്നത് ആരാണ്, CPU ആണ്. അപ്പോൾ പിന്നെ അടുത്ത പറയുന്ന പോയിന്റ്, ക്യാരീസ് ഔട്ട് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം, perform the basic arithmetic, logical and input and output operations of the system. അതായത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, CPU-ൽ മെയിനായിട്ടുള്ളത് ALU കൺട്രോൾ യൂണിറ്റുമാണ്. അപ്പോൾ CPU എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസും പിന്നെ കൺട്രോൾ യൂണിറ്റ്, അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ ഓപ്പറേഷൻസും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, CPU ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് CPU ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടറാണ് എന്ത്, CPU. അതുപോലെ എല്ലാ കാൽക്കുലേഷൻസും അതുപോലെ എല്ലാ കാര്യങ്ങളുടെ കൺട്രോളും ആരാണ് കൺട്രോൾ ചെയ്യൽ, CPU ആണ് കൺട്രോൾ ചെയ്യൽ. അതുപോലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷൻസ്, അതാണ് മേലത്തെ പോയിന്റ്. കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് അതിലുള്ളതാണ് അരിത്തമെറ്റിക്കും ലോജിക്കും. ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിലാണ്, CPU-ലാണ്. അതുപോലെ പിന്നെ പറയുന്നത് കൺട്രോൾസ് ഓൾ ദ കമ്പോണൻറ്റ്, അതായത് സെയിം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസാണ് എന്ത് പറയുന്നത്, കൺട്രോൾ ഓൾ ദ കമ്പോണൻസ് എന്ന് പറയുന്നത്. എല്ലാ കമ്പോണൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, CPU ആണ്. എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുന്നത് നടത്തുന്നത് ആരാണ്, CPU ആണ്. CPU എന്ന് പറഞ്ഞാൽ എന്ത്, എല്ലാ ഇൻസ്ട്രക്ഷൻസും എങ്ങോട്ടും, ഇപ്പോൾ മോണിറ്ററിക്കായാലും കീബോർഡിക്കായാലും വേറെ എങ്ങോട്ടായാലും എല്ലാ ഇൻസ്ട്രക്ഷൻസും പോകുന്നത് എവിടെ നിന്നായിരിക്കും, CPU എന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് CPU-നെ കുറിച്ച് ബേസ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട്, CPU ഹാസ് 2 മെയിൻ കമ്പോണൻസ്. CPU-ൽ മെയിനായിട്ട് 2 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് കൺട്രോൾ യൂണിറ്റും രണ്ടാമത്തത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റുമാണ്. ഫസ്റ്റ് വൺ ഏതാണ്, കൺട്രോൾ യൂണിറ്റും രണ്ടാമത്തെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിനെ നമ്മൾ CU എന്ന് വിളിക്കും. അരിത്തമെറ്റിക് ലോജിക് ALU ആൻഡ് CU ആണെന്ത്, കമ്പ്യൂട്ടറിൻ്റെ മെയിൻ 2 കമ്പോണൻസ്. പിന്നെ വരുന്നത് സ്റ്റോറേജ് ആണ്, നമ്മളിന്നലെ ഡിസ്കസ് ചെയ്തു. ശരി, 3 കമ്പോണൻസ് ആണ് മെയിൻലി വരുന്നത്. ഒന്ന് കൺട്രോൾ യൂണിറ്റ്, രണ്ടാമത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, പിന്നെ സ്റ്റോറേജ്. അപ്പോൾ സ്റ്റോറേജ് ഇന്നലെ പറഞ്ഞു തന്നു, എന്തെങ്ങനെയാണ് സ്റ്റോറേജും കാര്യങ്ങളും നോക്കുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ആണെന്നുള്ളതും പറഞ്ഞു തന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPU-ൻ്റെ കമ്പോണൻസ് ആണ്. ഇപ്പോൾ ഏതൊക്കെയാണ്, കൺട്രോൾ യൂണിറ്റും അതുപോലെ ALU. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് പ്രോഗ്രാംസ്, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കോർഡിനേറ്റ് ദെയർ എക്സിക്യൂഷൻ. അതായത് കൺട്രോൾ യൂണിറ്റ് തന്നെ CPU-ൻ്റെ എല്ലാ കമ്പോണൻസിനും കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കമ്പോണൻസും കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ് എന്ത്, കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, സെലക്ട് പ്രോഗ്രാംസ്, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കോർഡിനേറ്റ് ദെയർ എക്സിക്യൂഷൻ. ആദ്യം എന്ത് ചെയ്യും, കൺട്രോളിൻ്റെ വർക്കുകളാണ് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യും, പ്രോഗ്രാമിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ് എടുത്തു വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് എന്ത് ഔട്ട്പുട്ടാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അത് ചെയ്തു കൊടുക്കും. അതായത് വർക്കിംഗ് അല്ല, അതിൻ്റെ കൺട്രോൾ മാത്രം.
അതായത് പ്രോഗ്രാമിൽ ഇൻസ്ട്രക്ഷൻസ് ഒരു ഭാഗത്ത് നിന്ന് എടുത്തിട്ടത് സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് അത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഗെയിം കളിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയിലോട്ടാണ് അല്ലേ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എടുത്ത് കൺട്രോൾ ചെയ്യും. അതുപോലെ അതിൻ്റെ എക്സിക്യൂഷൻ, അതിന് പുറത്തോട്ട് വരുന്നത്, അത് ഔട്ട്പുട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്തു. ഇതാണ് ഫസ്റ്റ് പറഞ്ഞ സെലക്ട് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കോർഡിനേറ്റ് ദയർ എക്സിക്യൂഷൻ. രണ്ടാമത് പറയുന്നത് റെഗുലേറ്റ്സ് ടൈമിംഗ് ഓഫ് പ്രൊസസ്സർ. അതായത് ടൈമിംഗ് ഓഫ് പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര സമയം വേണം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക. അതൊരു പ്രോസസ്സാണ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. ആ ബിൽഡിംഗ് എന്നുള്ള എന്താണ്, ഒരു പ്രോസസ്സാണ്. ആ ബിൽഡിംഗ് എന്നുള്ള പ്രോസസ്സറും ബിൽഡിംഗ് ഉണ്ടാക്കൽ എന്താണ്, പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ 6 മാസം വേണമെന്ന് വിചാരിക്കുക, ജസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്ത് CPU-യിലും ഒരു എന്തെങ്കിലും ഒരു ടാസ്ക്, അതാണ് ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, അതിപ്പോൾ ചിലപ്പം ഒരു പ്രോസസ്സിന് 2 സെക്കൻഡ് ആയിരിക്കും, ഒരു പ്രോസസ്സിന് 5 സെക്കൻഡ് വേണ്ടിയിരിക്കും, ചിലത് 10 സെക്കൻഡ് വേണ്ടിയിരിക്കും. അപ്പോൾ അതിനൊക്കെ ആ ടൈമിൻ്റെ കൺട്രോളൊക്കെ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, കൺട്രോൾ യൂണിറ്റാണ്. ഫസ്റ്റത്തെ പറഞ്ഞത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് സെലക്ട് ചെയ്യും. അതുപോലെ അതിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കൺട്രോൾ യൂണിറ്റിലായിരിക്കും. രണ്ടാമത് പറഞ്ഞ പ്രോസസ്സറിൻ്റെ ടൈമിങ്ങും കൺട്രോൾ യൂണിറ്റിലായിരിക്കും തീരുമാനിക്കൽ. മൂന്നാമത് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ സെൻസ് കൺട്രോൾ സിഗ്നൽ ടു ആൻഡ് റിസീവ്സ് കൺട്രോൾ സിഗ്നൽ ഫ്രം പെരിഫറൽ ഡിവൈസസ്. അതായത് സെൻഡ് കൺട്രോൾ സിഗ്നൽസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈസസിലൂടെ എന്ത് ചെയ്യും, സിഗ്നൽസ് സെൻഡ് ചെയ്യും. അതുപോലെ റിസീവ് കൺട്രോൾ സൈൻ ഫ്രം റിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസസ്. അതാണ് പെരിഫറൽ ഡിവൈസ്. പല ഡിവൈസുകളിൽ നിന്നും സിഗ്നൽസ് അങ്ങോട്ട് സെൻഡ് ചെയ്യാനും അതുപോലെ റിസീവ് ചെയ്യുന്നത് ഈ സെക്ഷൻ കൺട്രോൾ യൂണിറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ പറയുന്നത് ആക്ട് ആസ് നെർവൽ സിസ്റ്റം ഫോർ ഓൾ അതർ കമ്പോണൻസ്. അതായത് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയില്ലേ നമ്മൾ, അതായത് ഇപ്പോൾ എന്താണ് ഈ ഹ്യൂമൻ ബോഡീൻ്റെ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു നെർവ് വേറൊരു നെർവിനായിട്ട് എന്തായിരിക്കും കണക്റ്റ് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് കൺട്രോൾ യൂണിറ്റാണ് ഒരു CPU-ൻ്റെ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞത്. കാരണം ആ കൺട്രോൾ യൂണിറ്റിൽ കൂടെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ഡിവൈസസിനും കണക്ഷൻ പോയിട്ടുണ്ടാവും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലോട്ടുള്ള കണക്ഷൻ പോയിട്ടുണ്ടാവുക എവിടെ നിന്നായിരിക്കും, കൺട്രോൾ യൂണിറ്റിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ആക്ട് ആസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഫോർ ഓൾ അതർ കമ്പോണൻസ്. ബാക്കിയുള്ള എല്ലാ കമ്പോണൻസിൻ്റെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞത് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. ഇറ്റ് ഒബ്റ്റെയിൻസ് instructions from memory, interprets the instructions and issues signal to require units to carry out the execution. അതായത് കൺട്രോൾ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എടുക്കും, എന്നിട്ട് പ്രോസസ്സ് ചെയ്യണത് ഇതായിരിക്കില്ല, കൺട്രോൾ യൂണിറ്റ് ആയിരിക്കില്ല. അത് ആ ഇൻസ്ട്രക്ഷൻ ഇതാക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, സിഗ്നൽ ഏത് പാർട്ടിലോട്ടാണ് സെൻഡ് ചെയ്യുന്നത് ആ പാർട്ടിലോട്ട് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. അതായത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യൂല. അതിൻ്റെ കൺട്രോളിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവുള്ളൂ. പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യൽ ALU-ലായിരിക്കും. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കൺട്രോൾ യൂണിറ്റ് തന്നെ അത്രേ ഉള്ളൂ. എന്താണ്, ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് CPU-ൽ ഉള്ളതാണെന്ത്, CPU-ലുള്ള ഒരു ഭാഗമാണെന്ത്, കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മൊത്തം കമ്പ്യൂട്ടറിൻ്റെ കൺട്രോളും ആ കൺട്രോൾ യൂണിറ്റിലേക്ക് ഉണ്ടാവല്. അതായത് ഒരു പ്രൊസസ്സറിന് ടൈം തീരുമാനിക്കുന്ന കാര്യം, അതുപോലെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ട് അത് ഔട്ട്പുട്ടാക്കി കൊടുക്കുന്ന കാര്യം, അതേപോലെ കൺട്രോൾ സിഗ്നൽസ് ടു ആൻഡ് പെരിഫറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് സിഗ്നൽസ് റിസീവ് ചെയ്യാനും അതുപോലെ സിഗ്നൽസ് പാസ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റിൻ്റെ സെക്ഷനിലായിരിക്കും. ഇറ്റ് ഒബ്റ്റെയിൻസ്. പിന്നെ പറഞ്ഞത് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ടാണ് കൺട്രോൾ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്.